പുറമേക്ക് നമ്മൾ ഇപ്പോൾ കാണുന്നവർക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, വീടുണ്ട്, അവർക്ക് ആളാപായം എല്ലാം ഒന്നുമില്ല. പക്ഷേ ഒന്നും നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഇത് ചൂരൽമലയിലെ സബിത. 15 വർഷമായി ഭർത്താവ് രവീന്ദ്രനൊപ്പം ഒരു കൊച്ചു സംരംഭം നടത്തുന്നു. ചിരട്ടയും മുളയും ഉപയോഗിച്ച കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഒരു യൂണിറ്റാണ് ഇവരുടെ ജീവിതമാർഗം. പക്ഷേ ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയില്ല. മാസം ഞങ്ങളെ സംബന്ധിച്ചോളം 10-30,000 രൂപ ലോൺ അടവ് തന്നെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ 3 സ്റ്റാഫുകൾ, ഞങ്ങൾ 5 പേരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വലിയൊരു ശമ്പളമായിട്ടല്ല, നമ്മളിതിൽ കിട്ടുന്ന ഒരു കൂലി കൊടുത്തിട്ടാണ് അവരെ മാസശമ്പളത്തിനോട് നിർത്തിയിട്ടുള്ളത്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരുടെ വീട് പോയിട്ട് അവരിവിടെ ഇല്ല, പിന്നെ ഒരാളുടെ അമ്മ മരിച്ച് അവരിവിടെ ഇല്ല. ഒക്കെ ഈ ഉരുൾപൊട്ടലിലൂടെ സംഭവിച്ചതാണ്. പിന്നെ നമ്മളെ എല്ലാവരും നിന്നുപോയ ഒരവസ്ഥയാണ്. ദുരന്തം നേരിട്ട് ബാധിച്ചവർക്കൊപ്പം തങ്ങൾക്കും ചെറിയ പരിഗണനയെങ്കിലും നൽകണമെന്നാണ് സബിതയ്ക്ക് പറയാനുള്ളത്. കഴിഞ്ഞ കൊറോണ കാലത്തായാലും എപ്പോഴായാലും പിന്നെ ലോണ് അടയ്ക്കേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും തലയ്ക്കടി പോലെ ഞങ്ങൾക്ക് ലോണ് പലിശയ്ക്കായിട്ടാണ് ഞങ്ങളെ കൊണ്ട് ബാങ്ക് അടപ്പിക്കാറ്. അപ്പോൾ അങ്ങനത്തെ ഞങ്ങൾ അടയ്ക്കും. പക്ഷേ ഈ ഇതൊന്ന് കരകയറണ വരെ ഞങ്ങൾക്കൊണ്ടാവില്ല അടയ്ക്കാൻ. അപ്പോൾ അതിനുള്ളത് എന്തായാലും സർക്കാർ ഞങ്ങളെയും കൂടി ഇതിലേക്കൊന്ന് പരിഗണിക്കണം. കാരണം ഞങ്ങളെപ്പോലത്തെ ഒരാളെ ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പേര് രജിസ്റ്റർ വരെ ചെയ്തിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, വയനാട്.